കേരളത്തിൽ ലഹരി വ്യാപകമാകുന്നതിന്റെ പ്രധാന കാരണം SFI ആണെന്ന് രമേശ് ചെന്നിത്തല. SFI എന്ന സംഘടനയെ പിരിച്ചുവിടണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആളൂരിൽ യുവാവിനെ കൊടുവാൾ കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൊലപാതക കേസിലെ പ്രതി അറസ്റ്റിൽ. ആളൂർ കച്ചേരിപ്പടി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപിന്നിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വീട് ആക്രമിച്ചു. ജാർഖണ്ഡ് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ ലഹരി വ്യാപകമാകുന്നതിന്റെ പ്രധാന കാരണം SFI ആണെന്ന് രമേശ് ചെന്നിത്തല. SFI എന്ന സംഘടനയെ പിരിച്ചുവിടണം. രാഷ്ട്രീയ പിന്തുണയുള്ളതുകൊണ്ടാണ് കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നത്. കേരള പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് ഉറവിടം കണ്ടെത്താനാകുമെന്നാൽ സർക്കാർ അതിന് മുതിരുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നത്. SFI സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. 9 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയെ അമർ ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ? കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ്. ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ, ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും. ആളൂരിൽ യുവാവിനെ കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൊലപാതക കേസിലെ പ്രതി അറസ്റ്റിൽ. ആളൂർ കച്ചേരിപ്പടി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി ആളൂർ വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് 4 പേർ അതിക്രമിച്ച് കയറി അമീഷിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഇത് തടയാൻ ശ്രമിച്ച സഹോദരന്റെ ഇടത് കൈയിലെ വിരലുകൾ അറ്റുപോയി ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അക്രമത്തിൽ അമീഷിനും ഗുരുതര പരിക്കേറ്റു. ഈ കേസിലാണ് പ്രതിയായ മുഹമ്മദ് ജാസിക്കിനെ പിടികൂടിയത്. അമീഷിനോട് മുഖ്യപ്രതിയായ കുഞ്ഞിമല്ലു എന്ന അരുൺ അമീഷിനോട് പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത്. മുഹമ്മദ് ജാസിക്കിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും കൊലപാതക കേസും ഭീഷണിപ്പെടുത്തിയതിനുള്ള കേസുമുണ്ട്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനീഷ് KM, ഡാൻസ് ഓഫ് സംഘാംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമേഷ്, ജീവൻ, സൂരജ്, ഷിൻഡോ, ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ്, സവീഷ്, ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ജാസിക്കിനെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ആളൂർ. ചാലക്കുടിയിൽ വൈദ്യുതി വിതരണ ലൈനുകൾ നവീകരിക്കുന്ന ഇൻസുലേറ്റഡ് കണ്ടക്ഷൻ കേബിൾ സ്ഥാപിക്കുന്ന 1ാം ഘട്ട പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. മാർച്ച് അവസാനത്തോടെ പ്രവൃത്തികൾ മുഴുവനായും പൂർത്തീകരിക്കാനാണ് പദ്ധതി. 1 കോടിയോളം രൂപ ചിലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിലെ പോസ്റ്റുകളിൽ നിന്നും അലുമിനിയം ലൈനുകൾ നീക്കം ചെയ്ത് പകരം ഇൻസുലേറ്റഡ് കേബിളുകൾ വഴിയാണ് വൈദ്യുതി വിതരണം നടത്തുന്നത്. പുതിയ സംവിധാനം വരുന്നതോടെ മരച്ചില്ലകളും പട്ടകളും വൈദ്യുതി ലൈനിൽ വീണ വൈദ്യുതി വിതരണം നിലയ്ക്കുന്ന അവസ്ഥയും വൈദ്യുതി പ്രസരണ നഷ്ടവും ഇല്ലാതാകും. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴുന്ന അവസ്ഥ ഉണ്ടാകില്ല. വൈദ്യുതി ലൈനുകളിൽ മെയിൻ്റനൻസ് പ്രവൃത്തികളും നടത്തേണ്ടതായി വരില്ല. ട്രാൻസ്ഫോർമറുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തികൾ നടത്തുന്നത്. ഇറിഗേഷൻ ക്വാർട്ടേഴ്സ് പരിസരം, ജനതാ റോഡ്, KK റോഡ്, ഹൈസ്കൂൾ ഗ്രൗണ്ട് പരിസരം, വിവേകാനന്ദ നഗർ, മാർക്കറ്റ് പരിസരം, പനമ്പള്ളി കോളേജിന് സമീപം കൗതുക പാർക്ക് പരിസരം എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ചാലക്കുടി ഇലക്ട്രിക് സെക്ഷന് കീഴിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനു പുറമെ വോൾട്ടേജ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. ട്രാൻവേ റോഡ്, സുഭാഷ് നഗർ, നോർത്ത് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് സപ്ലൈ ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പബ്ലിക്കിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ഇതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള വർക്കാണ്. ഒരു തവണ നമുക്കത് ചെയ്യേണ്ടതുള്ളൂ. അത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു പൂർണ്ണ സഹകരണം ഇതിന് അത്യാവശ്യമാണ്.
അതുപോലെ തന്നെ കേബിളുകൾ സ്ഥാപിക്കുമ്പോൾ അഡീഷണൽ പോസ്റ്റുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ കേബിളുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് പോസ്റ്റുകൾ ഇടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ടാറിട്ട റോഡുകൾ, ടൈൽസ്, ആളുകളുടെ ചുറ്റും മതിലുകൾ, ഇതൊക്കെ നമുക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ പൂർണ്ണമായ ഒരു സഹകരണം, അതുപോലെ കൗൺസിലേഴ്സ്, നഗരസഭ എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഹകരണത്തിനൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ്, സെക്ഷൻ ഓഫീസ് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സർവീസ് നൽകാൻ ഇതൊക്കെ പ്രാപ്തമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വർക്കുകളൊക്കെ ഇത്ര നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സഹകരിച്ച വൈദ്യുതി ബോർഡ് ജീവനക്കാർ, അതുപോലെ സൂപ്പർവൈസേഴ്സ്, കോൺട്രാക്ടേഴ്സ്, പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവർക്കും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കും. മീഡിയ ടൈം, ചാലക്കുടി. അപകടങ്ങൾ പതിവാകുന്ന ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ കിഴക്ക് ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്കുള്ള പ്രവേശനം നിരോധിക്കാൻ തീരുമാനം. നഗരസഭ വിളിച്ചു ചേർത്ത ദേശീയപാത ഉദ്യോഗസ്ഥർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ട്രാഫിക് കമ്മിറ്റി എന്നിവരുടെ സംയുക്ത യോഗമാണ് പ്രവേശനം അടച്ചുകെട്ടാൻ തീരുമാനിച്ചത്. നേരത്തെ മന്ത്രി ഗണേഷ് കുമാറും ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാതിരുന്നതിനാൽ മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം. പഴയ ഹൈവേയിൽ നിന്നും തൃശൂർ, ഇരിങ്ങാലക്കുട, പോട്ട ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശിക്കാതെ സർവീസ് റോഡ് മാർഗം സുന്ദരിക്കവല വഴി പോട്ടയിൽ എത്തുന്ന തരത്തിലാണ് ക്രമീകരണം. എന്നാൽ ആശ്രമം റോഡിൽ നിന്നും ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടക്കില്ല. അടുത്ത മാസത്തോടെ ആശ്രമം ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. കോടതി ജംഗ്ഷനിലെ അണ്ടർ പാസേജിന്റെ ബെൽമൌത്തുകൾ കൂടുതൽ സൗകര്യപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തീകരിക്കാനും തീരുമാനിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, ദേശീയപാത അതോറിറ്റി മാനേജർ ജ്യോതികുമാർ, നഗരസഭാ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കൊരട്ടി ചിറങ്ങരയിൽ വളർത്തുനായയെ പിടിച്ചത് പുലിയെന്ന് അഭ്യൂഹം. നാട്ടുകാർ പരിഭ്രാന്തിയിൽ. ചിറങ്ങര പണ്ടാര വീട്ടിൽ ധനുഷിന്റെ പോമറേനിയൻ ഇനത്തിൽപ്പെട്ട നായയെയാണ് കഴിഞ്ഞ ദിവസം 8:30 കാണാതായത്. വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന നായയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോൾ കാണാതായതിനെ തുടർന്ന് CCTV പരിശോധിച്ചപ്പോൾ അജ്ഞാത ജീവി നായയെ കടിച്ചുകൊണ്ടുപോകുന്നതായി കണ്ടു. തുടർന്ന് പോലീസും വനം വകുപ്പും സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ശനിയാഴ്ച രാവിലെ വനം വകുപ്പ് സ്ഥലത്തെത്തി കാൽപ്പാടുകളുടെ ചിത്രങ്ങൾ പകർത്തി വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ചന്ദ്രാപിന്നിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വീട് ആക്രമിച്ചു. ചന്ദ്രാപിന്നി സെന്ററിന് കിഴക്ക് ചാലിശ്ശേരി ഷാജിയുടെ വീടാണ് ആക്രമിച്ചത്. വീടിന്റെ അടുക്കള ഭാഗത്തെ 2 ജനൽ ചില്ലുകളും കിടപ്പുമുറിയുടെ 1 ജനൽ ചില്ലുമാണ് അടിച്ചു തകർത്തത്. തുടർന്ന് ഇയാൾ കോളിംഗ് ബെൽ അടിക്കുകയും വീട്ടുകാർ ഭയന്ന് വാതിൽ തുറക്കാതിരുന്നതോടെ തൊട്ടടുത്ത വീടായ വേത്തോട്ടിൽ കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തി നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ജാർഖണ്ഡ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. ഞാനേ ഇതിൻ്റെ അകത്ത് കിടക്കുക. മുൻപ് ഇവിടെ അടുക്കളയിലെ 2 ജനൽ ചില്ല് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അകത്തിൻ്റെ ജനൽ ചില്ല് അവിടെ ആ ഭാഗത്തോട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കില്ലുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പേടിച്ച് എഴുന്നേറ്റിട്ട് അങ്ങനെ തന്നെ ഈ ഒരു മെറ്റൽ കൊണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതി മോനെ. ഇത് വരുന്നതിന് ഞാൻ വിറക്കി. അങ്ങനെ തന്നെ ഞാൻ ലൈറ്റിട്ടപ്പോൾ അവന് പൊട്ടിയെ കൂടെ എന്നെ കാണാൻ പറ്റും, മനസ്സിലായി. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് അറിയാം. അപ്പോൾ അവൻ 3 ബെല്ലടിച്ചു. ജയിച്ചവലേക്ക് 3 ബെല്ലടിച്ചു. ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഷാജി പറഞ്ഞു തുറക്കുന്നു. തുറക്കല്ല, മുൻപ് മോനെ തുറക്കല്ല, ഞങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവനെ വട്ടം പിടിച്ചു. അങ്ങനെ തന്നെ കുറേ നേരം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി. അവിടേക്ക് പോയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവരാളുണ്ടായുള്ളൂ. പക്ഷെ നല്ല കാർഷികാരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള അന്നമനട ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 47,58,78,176 രൂപ വരവും 46,49,28,500 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു. വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച കേരളത്തിന് എല്ലാ മേഖലയിലും സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കാനായി വിഭവവും ഉദ്യോഗസ്ഥ സാങ്കേതിക വിദ്യ സഹായിച്ചതിലൂടെ കേരളത്തിലുണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കാനായി ചാലക്കുടി പുഴയുടെ
അനുഗ്രഹിക്കപ്പെട്ട കാർഷിക ഗ്രാമമായ അന്നമനയുടെ ഒരു കലാ സാംസ്കാരിക ഭൂമി കൂടിയാണ്. പഞ്ചവാദ്യത്തിലൂടെ 7 കടലുകൾക്കും അപ്പുറം ഖ്യാതി നേടിയ അന്നമനയുടെ ത്രയങ്ങളും സംഗീത, നാടക, നൃത്ത, ചിത്രകലകളിലൂടെ ലോകം അംഗീകരിച്ച കലാകാരന്മാരെ സൃഷ്ടിച്ച നാട് കൂടിയാണ് അന്നമനട. കേരളത്തിലെ കുടുംബി സമുദായത്തിന്റെ ഒരു പ്രധാന ആഘോഷമാണ് നമ്മുടെ നാട്ടിലെ ഹോളി. ഒരു കാർഷികോത്സവമായി കൂടിയാണ് ഇത് നടത്തപ്പെടുന്നത്. ചിലയിടങ്ങളിൽ തങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന കാർഷിക ജോലിയുമായി ബന്ധപ്പെട്ട് അടയ്ക്കാമരം ക്ഷേത്രത്തിലേക്ക് മുറിച്ചു കൊണ്ടുവന്നുള്ള ആഘോഷവും മറ്റിടങ്ങളിൽ മത്സ്യകൃഷി അടിസ്ഥാനമാക്കി വഞ്ചി കൊണ്ടുള്ള ആഘോഷവുമാണ് പ്രധാനമായും നടത്തപ്പെടാറുള്ളത്. ഉക്കോളി, മഞ്ഞണോത്സവം, മഞ്ഞക്കുളി എന്ന പേരുകളിലാണ് ഈ ആഘോഷം പാരമ്പര്യമായി അറിയപ്പെടുന്നത്. കുടുംബി സമുദായ അംഗങ്ങൾ കേരളത്തിൽ അധികമായി വസിക്കുന്ന തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ഹോളി അനുഷ്ഠാന ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നത്. ഇതിൽ പ്രധാനമാണ് തൃശൂർ ജില്ലയിലെ വള്ളിവട്ടം കിഴക്ക് ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷം. ജില്ലയിലെ വള്ളിവട്ടം, നായ്ക്കുളത്തുകാട്, എടതുരുത്തി, കാക്കത്തുരുത്തി, പടിയൂർ, ചാപ്പാറ, ചെന്തുരുത്തി, നെയ്തകുടി, നാരായണമംഗലം, കോഴിക്കുളങ്ങര, നായ്ക്കുളം, കൊടുങ്ങല്ലൂർക്കാര തുടങ്ങിയ ഇടങ്ങളിലും എറണാകുളം ജില്ലയിലെ വരാപ്പുഴ, പറവൂർ, പെരുമ്പടന, ഞാറയ്ക്കൽ, കടമാക്കുടി തുടങ്ങിയ ഇടങ്ങളിലും ഹോളി ആഘോഷം അതിൻ്റെ തനതായ പാരമ്പര്യ പെരുമയോടുകൂടി ആഘോഷിച്ചു. കയ്പമംഗലത്ത് ആന ഇടഞ്ഞു. 3 പിടിക ബീച്ച് കോഴിപ്പറമ്പിൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പീച്ചിയിൽ ശിവൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് കുളിപ്പിച്ച് ക്ഷേത്രത്തിലെത്തിച്ച നേരത്താണ് ഇടഞ്ഞോടിയത്. ക്ഷേത്രത്തിന് സമീപത്തെ വഴിയിലൂടെ കുറച്ചു ദൂരം ഓടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പതിറ്റാണ്ടുകളായി അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാവിൽക്കടവ് ലാൻഡിംഗ് പ്ലേസിലെ 12 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,55,00,000 രൂപ ചെലവഴിച്ചാണ് കാവിൽക്കടവിൽ ഭൂരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. 2 നിലകളിലായി 12 അപ്പാർട്ട്മെന്റുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 620 ചതുരശ്ര അടി വിസ്തീർണമാണ് ഓരോ അപ്പാർട്ട്മെന്റിനും ഉള്ളത്. മാർച്ച് 16-ന് വൈകിട്ട് 5 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഫ്ളാറ്റ് സമുച്ചയം ഗുണഭോക്താക്കൾക്ക് കൈമാറും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുരുഷ വനിത ടഗ് ഓഫ് വാർ മത്സരത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇരുവിഭാഗങ്ങളിലും ജേതാക്കളായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നൈപുണ്യ കോളേജ് കൊരട്ടി, MES കല്ലടി കോളേജ്, മണ്ണാർക്കാട് എന്നീ കോളേജുകൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നൈപുണ്യ കോളേജ് കൊരട്ടി, മേഴ്സി കോളേജ് പാലക്കാട് എന്നീ കോളേജുകളാണ് 2ഉം 3ഉം സ്ഥാനക്കാർ. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപിൻ G എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, ഫിനാൻസ് ഓഫീസർ റവറൻഡ് സിബിൻ വാഴപ്പള്ളി, കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാക്കുളത്തിനോട് നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കൗൺസിലർ TS സജീവന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി. മേജർ ജനറൽ വിവേകാനന്ദൻ പടാക്കുളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ദീപ രാജേന്ദ്രൻ, അനിൽകുമാർ, അജയൻ, കണ്ണൻ, O ജയദേവൻ, പരമേശ്വരൻ കുട്ടി, TK ഹരിദാസൻ, അമൽ, CDS മെമ്പർ സായ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചാലക്കുടി വിഷുക്കാലത്തിന്റെ വരവ് വിളിച്ചോതി കണിക്കൊന്നകൾ പൂത്തു. ദേശീയപാതയിൽ പോട്ട സിഗ്നൽ ജംഗ്ഷൻ മുതൽ ചാലക്കുടി വരെയുള്ള ഭാഗത്താണ് ഡിവൈഡറുകളിൽ കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്നത്. മരം നിറയെ കണിക്കൊന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് ഇതുവഴിയുള്ള യാത്രക്കാർക്കും കുളിരണിയിക്കുന്ന കാഴ്ചയായി മാറുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദേശീയപാതയിലെ കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്ന കാഴ്ച ആനന്ദം നൽകുന്നുണ്ട്. കൊമ്പിടിഞ്ഞ മക്കൽ വ്യാപാരി കൂട്ടായ്മ അർദ്ധവാർഷിക പൊതുയോഗവും ആദരവ് സമ്മേളനവും നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ആരംഭത്തെ സംബന്ധിച്ചും വ്യാപാരി കൂട്ടായ്മ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമെല്ലാം ആമുഖത്തിൽ ചെറുതായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഓരോ പ്രദേശങ്ങളിലും നിരവധി കൂട്ടായ്മകൾ രൂപപ്പെടുന്ന കാലഘട്ടം കൂടിയാണ്.
ചിലത് ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മുകളിൽ രൂപപ്പെടുന്ന സംഘടനകളുണ്ട്. മറ്റത് നമുക്ക് ഒരുമിക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുന്ന കൂട്ടായ്മകളുണ്ട്. ഏതായാലും ഈ പ്രദേശത്ത് വ്യാപാരികളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വ്യാപാരി കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് അതൊരു പുതിയ പ്രസ്ഥാനമായി മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. 6 മാസക്കാലത്തിനുള്ളിൽ ഈ കൂട്ടായ്മയ്ക്ക് 200ഓളം വ്യാപാരികളായ വ്യവസായികളായ അംഗങ്ങളെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതും അവരെ ഈ കൂട്ടായ്മയുടെ കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. വ്യാപാരി കൂട്ടായ്മ പ്രസിഡന്റ് PI ബേബി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തോംസൺ ഗ്രൂപ്പ് MD PT ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ വ്യാപാരി നേതാക്കളെ ആദരിച്ചു. തുടർന്ന് ഡിവിഡൻഡ് വിതരണം നടന്നു. പഞ്ചായത്ത് അംഗങ്ങളായ മിനി പോളി, ലേഖ, സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സൈലം ലേണിംഗ് നടത്തുന്ന ക്രാഷ് കോഴ്സിന്റെ ഭാഗമായി കേരളത്തിലെ സൈലത്തിന്റെ 34 ക്രാഷ് സെന്ററുകളിലൊന്നായ ഹോളിഗ്രേസ് അക്കാദമിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അക്കാദമിക് കോർഡിനേറ്റർ വിവേക്, സൈലം ഫാൽക്കൺ ബാച്ച് അക്കാദമിക് കോർഡിനേറ്റർ സുമി റോക്സി എന്നിവർ പത്രസമ്മേളനം നടത്തി. കേരളത്തിലെ എൻട്രൻസ് മേഖലയിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരും നൂതന ക്ലാസ് റൂമുകളും ക്രാഷിനായി സൈലത്തിന്റെ നേതൃത്വത്തിൽ ഹോളിഗ്രേസിൽ ഒരുക്കിയിട്ടുള്ളതായി ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 20-ാം തീയതി മുതലാണ് ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കുന്നത്. നീറ്റിനും കീമിനും തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി വെവ്വേറെ ബാച്ചുകൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് സൈലത്തിന്റെ പ്രതിനിധികൾ വ്യക്തമാക്കി. കുപ്രസിദ്ധ ഗുണ്ട വിഷ്ണു പ്രസാദിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആല കോതപറമ്പ് സ്വദേശി കുറുപ്പശ്ശേരി വീട്ടിൽ വിഷ്ണു പ്രസാദിനെയാണ് 6 മാസത്തേക്ക് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. വിഷ്ണു പ്രസാദ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 7ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് വിഷ്ണു പ്രസാദിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, ASIമാരായ ബിൻസി തോമസ്, സജീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ലഹരി വ്യാപകമാകുന്നതിന്റെ പ്രധാന കാരണം SFI ആണെന്ന് രമേശ് ചെന്നിത്തല. SFI എന്ന സംഘടനയെ പിരിച്ചുവിടണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആളൂരിൽ യുവാവിനെ കൊടുവാൾ കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൊലപാതക കേസിലെ പ്രതി അറസ്റ്റിൽ. ആളൂർ കച്ചേരിപ്പടി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപിന്നിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വീട് ആക്രമിച്ചു. ജാർഖണ്ഡ് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.